നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതാംബ വിവാദം. RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടന ലംഘിച്ചത്. ശിവൻകുട്ടിക്ക് CPMന്റെ പിന്തുണ. നടപടിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഗവർണർക്കെതിരെ പുതിയ പോർമുഖം തുറന്ന് സർക്കാർ. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അന്തിമ പോളിംഗ് 75.27%. ട്രെൻഡിന്റെ സൂചനയെന്ന് മുന്നണികൾ. വിജയപ്രതീക്ഷയോടെ LDFും UDFും. ഇസ്രായേലിന്റെ കുറ്റകൃത്യ പങ്കാളിയായ ട്രംപ് ഭരണകൂടവുമായി ഒരു ചർച്ചയുമില്ലെന്ന് ഇറാൻ. ആക്രമണം നിർത്തുന്നതുവരെ ചർച്ചകൾക്ക് US-ന് ഇടമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. വാർത്തകൾ വിശദമായി. ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ പുതിയ പോർമുഖം തുറന്ന് സർക്കാർ. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഗവർണറുടെ ഭരണപരമായ അധികാരങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്തുമെന്ന് V ശിവൻകുട്ടി അറിയിച്ചു. ഭാരതാംബയെ വണങ്ങണമെന്ന് ഗവർണർ കുട്ടികളെ ഉപദേശിച്ചത് തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുട്ടികൾ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കണം. തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല, ശരിയായി തന്നെ പഠിക്കണം. ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവരെ ഈ വിഷയം പഠിപ്പിക്കുന്നതും പരീക്ഷ എഴുതിപ്പിക്കാൻ തയ്യാറാകുന്നതും. ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണ്. ഇതുകൂടാതെ 11-12 ക്ലാസ്സുകളിലെ പാഠപുസ്തകം പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ച വിവരം ഉൾപ്പെടുത്തുമെന്നതും മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് CPMന്റെ പിന്തുണ. ശിവൻകുട്ടിയുടേത് മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ നിലപാടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ പരിപാടികളിൽ മതചിഹ്നങ്ങൾ പാടില്ലെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവാദങ്ങൾ കെട്ടടങ്ങാതെ രാജ്ഭവൻ. ഗവർണർക്ക് ഭരണഘടന അറിയില്ലെങ്കിൽ അത് പഠിപ്പിക്കുമെന്ന വെല്ലുവിളിയുമായി SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. 50ഓളം വരുന്ന SFI പ്രവർത്തകരാണ് രാജ്ഭവന് മുന്നിൽ തടിച്ചുകൂടിയത്. ഗവർണർ കടുത്ത സംഖ്യയാണെന്നും അദ്ദേഹത്തിന് ഭരണഘടന അറിയില്ലെങ്കിൽ അത് തങ്ങൾ പഠിപ്പിക്കുമെന്നും ഗവർണറുടെ തറവാട് സ്വത്തല്ല കേരളമെന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം. രാജേന്ദ്ര ആർലേക്കർ എന്ന ഒന്നാം തരം സംഖ്യയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ചവിട്ടിയതിനു ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാംബയെയും ഹെഡ്ഗവാറിനെയും സവർക്കറെയും ഗോൾവാക്കറെയും പോലുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങളുടെ അടയാളങ്ങളെയാണ്. ഒരു കാര്യം SFI അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. RSSന്റെ തറവാട്ട് സ്വത്തല്ല കേരളം. SFI പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടന്നതോടെ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാകുകയും തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. എങ്കിലും മടങ്ങിപ്പോകാൻ കൂട്ടാക്കാതിരുന്ന SFI പ്രവർത്തകർ രാജ്ഭവൻ റോഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതേസമയം ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ല എന്നും എല്ലാ ഉദ്ഘാടനത്തിനും ആ ചിത്രം അവിടെ തന്നെ ഉണ്ടാവുമെന്നും ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെക്കണമെന്നുമാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യതകൾ മങ്ങിയെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. M5 ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി ABVP. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണാണ് ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്.
ഭാരതാംബയുടെ ചിത്രം വച്ച ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ശിവൻകുട്ടി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും മുരളീധരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് കത്ത് നൽകാൻ തയ്യാറാകണം. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു ചടങ്ങിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പാടില്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് രേഖപ്പെടുത്തി. ആകെയുള്ള 2,32,57 വോട്ടർമാരിൽ 1,74,667 വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 8,107 പുരുഷ വോട്ടർമാരും 93,658 വനിതാ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പിൽ ആദ്യ 2 മണിക്കൂറിൽ 13.15% പോളിംഗ് രേഖപ്പെടുത്തി. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഗോത്രവർഗ മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ 42 നമ്പർ ബൂത്ത്, ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ 120 നമ്പർ ബൂത്ത്, നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ 225 നമ്പർ ബൂത്ത് എന്നിവയാണവ. 7 മേഖലകളിലായി 11 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ അടയാളപ്പെടുത്തിയിരുന്നു. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെസ്റ്റ് ഹൌസിലും റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ചുങ്കത്തറ മാർത്തോമ സ്കൂളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ ഒരുക്കിയിരുന്നു. ഇതുകൂടാതെ റെസ്റ്റ് ഹൌസിൽ മീഡിയ മോണിറ്ററിംഗ് കൺട്രോൾ റൂം, വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും പ്രവർത്തിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 23-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. നിലമ്പൂരിലെ 75.27% പോളിംഗിൽ വിജയപ്രതീക്ഷയോടെ LDFും UDFും 2021-ലെ 76.60% മറികടക്കാനായില്ലെങ്കിലും ഇത്തവണ നിലമ്പൂർ പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDFിനെ ബാധിക്കുമെന്ന ആശങ്കയില്ലെന്നും നേതൃത്വം പറഞ്ഞു. കോൺഗ്രസിനും ലീഗിനും നല്ല സ്വാധീനമുള്ള നിലമ്പൂരിൽ സ്വന്തം വോട്ടുകൾ ചോരാത്ത തരത്തിലുള്ള പ്രവർത്തനം നടത്തിയതെന്നാണ് UDFിന്റെ ആത്മവിശ്വാസം. നേരിയ ഭൂരിപക്ഷത്തോടെയെങ്കിലും ജയിക്കുമെന്ന കണക്കുകൂട്ടൽ CPM-നുമുണ്ട്. പോളിംഗ് വലിയ തോതിൽ കൂടാത്തത് M സ്വരാജിന് കൂടുതൽ അനുകൂലമാകുമെന്നാണ് നിഗമനം. സ്വാധീന മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച PV അൻവർ മണ്ഡലത്തിലെ പിന്തുണ തെളിയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. UDF ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് ഉണ്ടായെന്ന UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് പ്രതികരിച്ചു. പോളിംഗ് ശതമാനവും പ്രതീക്ഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതി തനിക്കില്ലെന്നാണ് M സ്വരാജ് പ്രതികരിച്ചത്. നല്ല പോളിംഗ് ഉള്ളപ്പോഴാണ് സമീപകാലത്ത് എല്ലാ ഇടതുമുന്നണി വിജയിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം പ്രവചിക്കാനില്ലെന്നും അത് തന്റെ ശൈലിയല്ലെന്നും M സ്വരാജ് പറഞ്ഞു. 75,000 വോട്ട് ഒറ്റയ്ക്ക് നേടുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. തിങ്കളാഴ്ചയാണ് നിലമ്പൂരിലെ വോട്ടെണ്ണൽ. M5 ന്യൂസ് മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. LDF മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. മഴ പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ടായില്ല എന്നതാണ് അനുഭവം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ തെറ്റായ പ്രചാരണത്തിന് ശ്രമം നടന്നപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരണം നൽകിയതാണ്. അതേ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ചരിത്രം വിശദീകരിച്ചു. അതോടെ ദുർവ്യാഖ്യാനം ചെയ്തവർക്ക് നിരാശയുണ്ടാക്കിയെന്നും M സ്വരാജ് പറഞ്ഞു. അതേസമയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തും പ്രതീക്ഷ പങ്കുവച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് വിജയിക്കുമെന്ന് LDFിന്റെ വിലയിരുത്തൽ. 2000-ൽ താഴെ വോട്ടിന് M സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത്. പോത്തുകൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ UDF ലീഡ് നേടുമെന്നാണ് LDF കണക്കാക്കുന്നത്. M സ്വരാജ് 80,233 വോട്ടുകൾ നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 78,595, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 8,335, PV അൻവർ 5,120 വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പോത്തുങ്കൽ പഞ്ചായത്തിൽ M സ്വരാജ് 1042 വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് LDF കണക്കാക്കുന്നത്. കരുളായി പഞ്ചായത്തിൽ 1367 വോട്ടും, അമരമ്പലത്ത് 1244 വോട്ടും, നിലമ്പൂർ നഗരസഭയിൽ 1007 വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത്.
വഴിക്കടവ് പഞ്ചായത്തിൽ 1167 വോട്ടും മൂത്തേടത്ത് 823 വോട്ടും എടക്കര 338 വോട്ടും ചുങ്കത്തറ 694 വോട്ടും UDFന് ലീഡ് ലഭിക്കുമെന്നും LDF കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു. UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് 2 ആഴ്ചയോളം നീളുന്ന പര്യടനം. നയതന്ത്രതല കൂടിക്കാഴ്ചകളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി അറിയാതെയാണ് തരൂരിന്റെ യാത്ര. ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തോട് അനുമതി തേടിയിട്ടില്ലെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലെ നിലപാട് അടക്കം താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുന്നതിന് പിന്നാലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണാൻ സമയം തേടി ശശി തരൂർ. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചാൽ തരൂർ ഉടൻ ഇരുവരെയും കാണും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ കോൺഗ്രസിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ശശി തരൂർ വിവാദം ചർച്ചയാക്കേണ്ടെന്നും പ്രസ്താവനകൾ ഗൗരവമായി കാണേണ്ട എന്നുമായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. തരൂരിന് ചർച്ച വേണമെങ്കിൽ തടസ്സമില്ല എന്നും നേതാക്കൾ തീരുമാനിച്ചിരുന്നു. തരൂരിന്റെ നിലപാടുകൾ പാർട്ടി നിലപാടായി കാണേണ്ടതില്ലെന്നും അതിനാൽ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ല എന്നും പാർട്ടി വിലയിരുത്തിയിരുന്നു. തരൂർ പാർട്ടി വിടില്ലെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും മിസ് കോൾ പോലും ലഭിച്ചില്ലെന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ക്ഷണിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജയിക്കണം. നിലമ്പൂരിൽ എന്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്നാണ് കരുതുന്നത്, അല്ലാതെ തന്നെ അദ്ദേഹം വിജയിക്കും. കോൺഗ്രസ് നേതൃത്വത്തോട് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം നിങ്ങൾക്കറിയാം, ഒളിക്കാനൊന്നുമില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചെന്ന് പാകിസ്ഥാന്റെ സ്ഥിരീകരണം. വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടെ വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നെന്ന് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ വെളിപ്പെടുത്തൽ ജിയോ ന്യൂസിലെ ടെലിവിഷൻ ചർച്ചയിലാണ് തുറന്നു പറഞ്ഞത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. ഇന്ത്യ റാവൽപിണ്ടിയിലെ നൂർഗാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കോട്ട് വ്യോമതാവളവും ആക്രമിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ ഇടപെടലിനായും സൗദി അറേബ്യയിൽ നിന്നുള്ള സഹായത്തിനായും അഭ്യർത്ഥിച്ചുവെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ വ്യക്തമാക്കി. മെയ് 10-ന് ഇന്ത്യ നൂർഗാൻ വ്യോമതാവളവും ഷോർക്കോട്ട് വ്യോമതാവളവും ആക്രമിച്ചതിനെ തുടർന്ന് സൗദി രാജകുമാരനായ ഫൈസൽ തന്നെ വിളിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി താൻ നടത്തിയ സംഭാഷണത്തെപ്പറ്റി അറിഞ്ഞുവെന്ന് ഫൈസൽ രാജകുമാരൻ പറഞ്ഞുവെന്നും ദർ പറയുന്നു. ഇന്ത്യ ആക്രമണം നിർത്തുന്ന പക്ഷം പാകിസ്ഥാനും ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് ആവശ്യപ്പെടാൻ തന്നെ അധികാരപ്പെടുത്തുമോ എന്ന് ഫൈസൽ ചോദിച്ചുവെന്നും ദർ പറയുന്നു. താൻ അതിന് സമ്മതം മൂളിയെന്നും ജയശങ്കറിനെ വിവരം അറിയിച്ച ശേഷം ഫൈസൽ രാജകുമാരൻ തന്നെ ആ വിവരം അറിയിച്ചുവെന്നും ദർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായ 150 പേർ വീടുകൾ തട്ടിയെടുത്തതായി കണ്ടെത്തി. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്ന് വിജിലൻസ് കണ്ടെത്തൽ. 27 പേർ സർക്കാരിൽ നിന്നും തട്ടിയെടുത്തത് 1.14 കോടി രൂപയെന്ന് പ്രാഥമിക കണക്ക്. CPIM പ്രതിനിധിയും കോൺഗ്രസ് നേതാവും തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ഇങ്ങനെ തട്ടിയെടുത്തത്. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും വാടകയ്ക്ക് വീട് കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പറുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. 2022-ലെ പ്രാഥമിക അന്വേഷണത്തിൽ 27 പേരെ കണ്ടെത്തിയിരുന്നു. സർക്കാരിന് നഷ്ടമായ 1,14,00,000 രൂപ പലിശ സഹിതം തിരിച്ചടക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കെത്തിയ വിജിലൻസ് ഇതുവരെയുള്ള നടപടി സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോഴാണ് പഞ്ചായത്ത് വീണ്ടും ഉണർന്നത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത നൂറുകണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയത്. M5 ന്യൂസ് ഇടുക്കി. സ്കൂളുകളിലെ സൂംബ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായിക അധ്യാപകർ രംഗത്ത്. പോസ്റ്റുകളുടെ കുറവുൾപ്പെടെ കായിക അധ്യാപകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂംബ ചുമതല നൽകുന്നത്. തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും. പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പരാതി നൽകി. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കി മാത്രമാണ് സംസ്ഥാനത്ത് കായിക അധ്യാപകരെ നിശ്ചയിക്കുന്നത്. പക്ഷേ അതുപോലും കുറവാണ്.
2739 UP സ്കൂളും 2663 ഹൈസ്കൂളും ഉണ്ടെങ്കിലും ആകെ അധ്യാപകരുടെ എണ്ണം 1800-ൽ താഴെയാണ്. തസ്തിക നിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകർ പുറത്താകും. വിദ്യാർത്ഥികളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതിന് പുറമെ ഇപ്പോൾ സൂംബ പരിശീലനവും കായിക അധ്യാപകർ ചെയ്യണം. ഈ സാഹചര്യത്തിലാണ് കായിക അധ്യാപകരുടെ സംഘടന രംഗത്തെത്തിയത്. കായിക അധ്യാപകരുടെ തസ്തിക നിർണയത്തിന്റെ മാനദണ്ഡം മാറ്റണമെന്നതാണ് പ്രധാന ആവശ്യം. ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമാക്കി മാറ്റി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനാവകാശം ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം. ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്നാണ് എഴുതി നൽകേണ്ടത്. നടീനടന്മാർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമാണെന്നും സംഘടന അറിയിക്കുന്നു. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിൽ ജോലി ചെയ്യണമെങ്കിൽ ചിത്രീകരണ വേളയിലോ അതുമായി ബന്ധപ്പെട്ട താമസിക്കുന്ന സ്ഥലത്തോ ലഹരി ഉപയോഗിക്കില്ലെന്ന് എല്ലാവരും സത്യവാങ്മൂലം നൽകേണ്ടി വരും. ഈ തീരുമാനത്തിലേക്കാണ് നിർമ്മാതാക്കളുടെ സംഘടന എത്തിയിരിക്കുന്നത്. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കാനാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ഈ സത്യവാങ്മൂലം എഴുതി വാങ്ങും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുത്തുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി. M5 ന്യൂസ്, കൊച്ചി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച കൂടുതൽ യാത്രക്കാരെ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നു. ഇതുവരെ 217 മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 2 പൈലറ്റുമാരുടേതടക്കം 9 ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ അടക്കം 200 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. തിരിച്ചറിഞ്ഞ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ഉടൻ കൈമാറും. അതേസമയം അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനിടെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് തകരാറുകളില്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ CEO ക്യാപ്ബെൽ വിൽസൺ അറിയിച്ചു. വിമാനത്തിൽ പരിശോധനകൾ കൃത്യസമയത്ത് നടന്നിരുന്നുവെന്ന് ജീവനക്കാർക്ക് അയച്ച കത്തിൽ CEO ക്യാപ്ബെൽ വിൽസൺ വ്യക്തമാക്കി. തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ വ്യോമയാന മന്ത്രാലയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് ഒരാഴ്ച ആകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ CEO വ്യക്തമാക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീംലൈനറാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നത്. 270ഓളം പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. ഇസ്രായേലിന്റെ കുറ്റകൃത്യത്തിൽ US-നെ പങ്കാളിയായി മുദ്രകുത്തിയ ഇറാൻ ട്രംപ് ഭരണകൂടവുമായുള്ള ഏത് ചർച്ചയും നിരസിച്ചു. ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ഇനി തങ്ങളുമായി ചർച്ചകൾക്ക് US-ന് ഇടമില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്ക ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെന്ന് അബ്ബാസ് അരാഗ്ചിയെ ഉദ്ധരിച്ച് ഇറാൻ ഇന്റർനാഷണൽ പറഞ്ഞു. ഇസ്രായേലി സൈനിക നടപടികളെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷ അവർ ഇതിനകം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിക്കുമെന്നും ഇനി തെളിവിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെന്നും അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ നിയമാനുസൃതമായ സ്വയം പ്രതിരോധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിരോധം അവസാനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. മലപ്പുറം MSP സ്കൂളിൽ അധ്യാപികയുടെ വാഹനം വിദ്യാർത്ഥിയെ ഇടിച്ച സംഭവം. അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ച ബീഗം എന്ന അധ്യാപികയുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അധ്യാപികയെ എടപ്പാളിലെ ITTR-ൽ 3 ദിവസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിനും അയച്ചു. മലപ്പുറം RTയുടേതാണ് നടപടി. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച ബീഗം ഓടിച്ച വാഹനം ഇടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട സഹപാഠികൾ ശക്തമായ സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 4-നാണ് സംഭവം. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മിർഷ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. M5 ന്യൂസ്, മലപ്പുറം. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. സൗബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സമയം നീട്ടി നൽകി. ഇത് പ്രകാരം ഈ മാസം 27-ന് ഹാജരാകാനാണ് പോലീസിന്റെ നിർദ്ദേശം. എറണാകുളം SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തീരുമാനിച്ചിരുന്നത്. പറവ ഫിലിംസ് പാർട്ട്ണർമാരായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറയുടെ പരാതിയിലാണ് നടപടി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും
കേസന്വേഷണം തുടരാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. പിന്നാലെയായിരുന്നു പോലീസ് മൂവർക്കും നോട്ടീസ് അയച്ചിരുന്നത്. ലാഭവിഹിതം നൽകിയില്ലെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സിനിമയുടെ നിർമ്മാണത്തിനായി പല ഘട്ടങ്ങളിലായി 7 കോടി രൂപ കയ്യിൽ നിന്ന് വാങ്ങിയെന്നും ലാഭവിഹിതം നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നുമാണ് പരാതി. എന്നാൽ ഇയാൾ വാഗ്ദാനം നൽകിയ പണം കൃത്യസമയത്ത് നൽകിയില്ലെന്നാണ് പ്രതിചേർക്കപ്പെട്ട നിർമ്മാതാക്കൾ ആരോപിക്കുന്നത്. ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായെന്നും നിർമ്മാതാക്കൾ ആരോപിക്കുന്നു. അതുകൊണ്ടാണ് പണം നൽകാത്തതെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. M5 ന്യൂസ്, കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതാംബ വിവാദം RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടന ലംഘിച്ചത്. ശിവൻകുട്ടിക്ക് CPM-ന്റെ പിന്തുണ. നടപടിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഗവർണർക്കെതിരെ പുതിയ പോർമുഖം തുറന്ന് സർക്കാർ. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അന്തിമ പോളിംഗ് 75.27%. ട്രെൻഡിന്റെ സൂചനയെന്ന് മുന്നണികൾ. വിജയപ്രതീക്ഷയോടെ LDF-ഉം UDF-ഉം. ഇസ്രായേലിന്റെ കുറ്റകൃത്യ പങ്കാളിയായ ട്രംപ് ഭരണകൂടവുമായി ഒരു ചർച്ചയുമില്ലെന്ന് ഇറാൻ. ആക്രമണം നിർത്തുന്നതുവരെ ചർച്ചകൾക്ക് US-ന് ഇടമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. പെട്ടെന്ന്